സർ, മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യനെ കുറെ നാളുകളായി നമ്മൾ കണ്ടിട്ട്, അല്ലെങ്കിൽ വാർത്തകളിലൊക്കെ അദ്ദേഹത്തിന്റെ പേരൊന്ന് കേട്ടിട്ട്. പക്ഷേ അദ്ദേഹം ഒരു പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടത് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ്. അതാണെങ്കിൽ ഇതാ വലിയ വിവാദത്തിൽ കലാശിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിനെ ഒന്ന് ഗുണദോഷിച്ചതാണ്. പക്ഷേ എന്താ പറയാ, യൂത്ത് കോൺഗ്രസും കോൺഗ്രസുകാരും ഒക്കെ കുര്യൻ സാറിന് എതിരാവുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. യഥാർത്ഥത്തിൽ കേരള സർവകലാശാലയിലൊക്കെയുള്ള SFIയുടെ ആ ഒരു പ്രകടനം കണ്ട് അതുപോലെയൊക്കെ ഒന്ന് ആയിക്കൂടെ എന്നാണ് കുര്യൻ സാർ ചോദിച്ചത്. എന്താണ് ഈ വിവാദത്തിന് പിന്നിൽ ഇത്രയേറെ കുര്യൻ സാറിന് എഗെയിൻസ്റ്റ് ആവാൻ, KSUക്കാർ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ എഗെയിൻസ്റ്റ് ആവാൻ കാരണം? കുര്യൻ സാർ പറഞ്ഞതുപോലെ യൂത്ത് കോൺഗ്രസ് ഒന്നുകൂടെ ഒരു ആർജവത്തോടെ വരേണ്ടുന്ന സാഹചര്യമാണോ നിലവിൽ? സത്യത്തിൽ എനിക്ക് ഈ വിഷയത്തിൽ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. ഞാൻ അഭിപ്രായം പറയേണ്ട ആളുമല്ല. അതുകൊണ്ട് ഇതിന്റെ ഒരു പശ്ചാത്തലം എന്താണ് എന്ന് മാത്രം ഞാൻ പറയാം. ഈ കോൺഗ്രസ് പാർട്ടി, പ്രത്യേകിച്ച് കേരളത്തിൽ, രാഷ്ട്രീയ പ്രവർത്തനം ഒന്നും ചെയ്യാതെ അധികാരത്തിലെത്തുകയും അധികാരത്തിൽ നിന്ന് പോവുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ്. അതായത് ഇടതുപക്ഷത്തോടുള്ള വിരോധം കൊണ്ട് ആന്റി LDF വോട്ടുകൾ ചെയ്യപ്പെടുന്ന സമയത്ത് UDF അധികാരത്തിൽ വരുന്നു. UDFിലെ ഏറ്റവും വലിയ കക്ഷി എന്ന് ഘടകകക്ഷികൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് കൊണ്ട് മാത്രം ഇവർക്ക് ഒത്തിരി സീറ്റ് കിട്ടുന്നു. അവരെല്ലാം കൂടെ വോട്ട് ചെയ്ത് ഇവരെ ജയിപ്പിക്കുന്നു. ഘടകകക്ഷികളെല്ലാം കൂടെ വോട്ട് ചെയ്ത് കോൺഗ്രസിനെ ജയിപ്പിക്കുന്നു. അങ്ങനെ അവർക്ക് മുഖ്യമന്ത്രി സ്ഥാനവും കിട്ടുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, യാതൊരു ജോലിയും ചെയ്യാതെ, യാതൊന്നും ചെയ്യാതെ അധികാരത്തിൽ വരികയും അധികാരത്തിൽ നിന്ന് പോവുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനം മാത്രമാണ് കോൺഗ്രസ്. അതിന്റെ യുവജന വിഭാഗം യൂത്ത് കോൺഗ്രസ്. മേലനങ്ങി പണിയെടുക്കുന്ന പരിപാടി കോൺഗ്രസിന് ഇല്ല. പിന്നെ ഇത് പിടിച്ചു നിൽക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, ജലപീരങ്കി ഉള്ളത് കൊണ്ട് മാത്രം ജീവിച്ചിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇത്. ജലപീരങ്കി ഇല്ലെങ്കിൽ, വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ ഇത് വാടിക്കരിഞ്ഞു പോകും. അപ്പൊ അതിനുള്ള ഏർപ്പാട് അവർ ചെയ്യും, അത്രയേ ഉള്ളൂ. പിന്നെ എങ്ങനെയാണ് കോൺഗ്രസ് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് ഒക്കെ അധികാരത്തിന്റെ ഈ അപ്പം രുചിക്കുന്നതെന്ന് ചോദിച്ചാൽ, ജാതി മത സമുദായ സംഘടനകളുടെ ചില കൂട്ടുകെട്ടുണ്ട്, കോമ്പിനേഷൻ എന്ന് പറയും. ഇപ്പൊ സാമ്പാർ അവിയലും ഒക്കെ വെക്കണമെങ്കിൽ അതിന് ഇന്ന കഷണങ്ങളൊക്കെ വേണം എന്ന് പറയുന്നത് പോലെ UDF ഈ കഷണങ്ങളെയൊക്കെ ചേർത്ത് പിടിച്ച് അവർക്ക് ചില നക്കാപ്പിച്ചൊക്കെ കൊടുത്ത് വഴിവിട്ടും അല്ലാതെയും കൊടുക്കുന്ന എല്ലാ സഹായങ്ങളും ഞങ്ങളുടെ ഔദാര്യം കൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടിയത് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ മഹാമിടുക്കന്മാരാണ്. അങ്ങനെയാണ് ഈ കോൺഗ്രസ് പാർട്ടി ജീവിച്ചു പോകുന്നത്. അവരുടെ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുമ്പം അതിന്റെ ശരിക്കും പറഞ്ഞാൽ അതിന്റെ വിത്താണല്ലോ, അല്ലെങ്കിൽ കുരുവാണല്ലോ യൂത്ത് കോൺഗ്രസ്. അപ്പൊ അവരെ സംബന്ധിച്ചും പണിയെടുത്തുള്ള പരിശീലനമൊന്നുമില്ല. പണിയെടുക്കാതെയൊക്കെ അങ്ങ് പോയാൽ കാര്യങ്ങൾ നടന്നോളും എന്ന് കേരളത്തിലെ പൊതുജനം, വോട്ടർമാര് കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിനെയും നല്ലവണ്ണം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. LDFന്റെ ഭരണം സഹിക്കാതെ വരുമ്പം, പൊറുക്കാതെ വരുമ്പം, സഹി കെട്ട് കഴിയുമ്പം കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യും. അങ്ങനെ ഞങ്ങൾ അധികാരത്തിലേറും. പഴയ കാലത്ത് ഒരു ചൊല്ലുണ്ടല്ലോ, 10 വെറും ചക്കി കുത്തും അമ്മ വയ്ക്കും ഉണ്ണി ഉണ്ണും എന്ന് പറയുന്ന പോലെയുള്ള സുഖിമാന്മാരായ ഉണ്ണികളാണ് PJ കുര്യൻ മുതൽ യൂത്ത് കോൺഗ്രസ് വരെയുള്ള എല്ലാവരും. അതായത് അക്കാര്യത്തിൽ യൂത്ത് കോൺഗ്രസും മൂത്ത കോൺഗ്രസിന്റെ വ്യത്യാസമൊന്നുമില്ല. ഈ ജാതി മത കോമ്പിനേഷൻ ഉണ്ടാക്കാൻ പഴയകാല കോൺഗ്രസ്സുകാർ നെഹ്റുവിന്റെ കാലം മുതൽ പഠിപ്പിച്ചിട്ടുണ്ട്. നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും ഒക്കെ കാലത്ത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അവിയൽ വെക്കാനും സാമ്പാർ വെക്കാനും പഠിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ മുന്നണി ഉണ്ടാക്കാൻ പഠിപ്പിച്ചു. അങ്ങനെ അവിയൽ സാമ്പാർ മുന്നണി ഉണ്ടാക്കി അധികാരത്തിലെത്തി യാതൊരു പണിയും ചെയ്യാതെ മുന്നോട്ട് പോകുന്ന ആകെ ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ്. അവർക്ക് ആകെ അറിയാവുന്ന ഒരു പണിയുണ്ട്. ഒരു പണി അറിയില്ല എന്ന് പറയുന്നത് തെറ്റാണ്. അഴിമതി നല്ല ഭംഗിയായിട്ട് നടത്താൻ അറിയാം. അതുകൊണ്ടാണ് ഇവർ ജീവിച്ചിരിക്കുന്നത്. പക്ഷെ അഴിമതി നടത്തണമെങ്കിൽ അധികാരം വേണം. ഇപ്പൊ അധികാരത്തിന് പുറത്തു പോയിട്ട് 8-10 കൊല്ലമായി. അപ്പോൾ വലിയ പ്രശ്നമായി. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഇനി മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അതിന്റെ ഒരു ആശങ്ക ആയിരിക്കാം ഈ PJ കുര്യൻ പറഞ്ഞത്. അതെന്തു തന്നെയാണെങ്കിലും അത് ഇപ്പോഴത്തെ കോൺഗ്രസ്സുകാർക്ക് പരിചയമുള്ള കാര്യമല്ല. പിന്നെ അല്പം തലയ്ക്ക് വെളിവുള്ള ആൾക്കാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ചാടാനും നിൽക്കുകയാണ്. ഇനിയിപ്പോ ഇതിന്റെ പേരിൽ PJ കുര്യനെ എല്ലാവരും കൂടെ പുകച്ച് പുറത്ത് ചാടിക്കുകയാണെങ്കിൽ PJ കുര്യന് അത് തന്നെ ഒരു ബഹുമതിയാണ്.
അപ്പൊ ആ ബഹുമതിയും കൊണ്ട് മറ്റെവിടെയെങ്കിലും ചാടിക്കയറാൻ പറ്റുമെന്ന് അദ്ദേഹം നോക്കും. വൈക്കം മുഹമ്മദ് ബഷീർ ഒരിക്കൽ പറഞ്ഞൊരു സംഭവമുണ്ട്. അദ്ദേഹത്തിന് താമ്രപത്രം കിട്ടി. ഈ താമ്രപത്രം എന്ന് പറയുന്നത് ചെമ്പ് തകിടാണ്, അതിൽ ക്ലാവ് പിടിക്കും കുറെ കഴിയുമ്പോൾ. ഒരു ദിവസം അദ്ദേഹം അത് തുടച്ചു മിനുക്കിക്കൊണ്ടിരിക്കുകയാണ് സന്ധ്യാസമയത്ത് വീട്ടിൽ വരാന്തയിൽ. അപ്പൊ ഒരു കുറുക്കൻ വന്ന് കൂവി. അപ്പൊ കയ്യിലിരുന്നത് താമ്രപത്രം ആയതുകൊണ്ട് അറിയാതെ ഇദ്ദേഹം അതുകൊണ്ട് കുറുക്കന്റെ നേരെ എറിഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയാണ്, താമ്രപത്രം കൊണ്ട് ഏറ് കിട്ടിയ ഇന്ത്യയിലെ ആദ്യത്തെ കുറുക്കൻ എന്ന അഹങ്കാരത്തോടെയാണ് അവൻ അന്ന് തിരിച്ചു പോയത് എന്ന് പറയുന്നത് പോലെ ഈ താമ്രപത്രം കൊണ്ടാണ് ഇപ്പൊ കുര്യൻ എറിഞ്ഞിരിക്കുന്നത്. കുറുക്കന്മാര് ബഹുമാനത്തോടെ തിരിച്ചു പോകുക അല്ലാതെ യാതൊരു നിർവാഹവും ഇല്ല. എന്ത് തന്നെ സംഭവിച്ചാലും മേലനങ്ങാതെ പണിയെടുക്കാതെ കേരളത്തിലെ ജനങ്ങൾ അവരെ അധികാരത്തിലെത്തിക്കും എന്ന അന്ധവിശ്വാസത്തിൽ മുറുകെ പിടിച്ച് കോൺഗ്രസ് മുന്നോട്ട് പോകട്ടെ എന്നുള്ള ആശംസ മാത്രമാണ് എനിക്കുള്ളത്. ജയസൂര്യൻ സാർ, ഇത് എന്താണെന്ന് വെച്ചാൽ പൊതുവെ ഞാൻ എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് കോൺഗ്രസിനകത്തെ വളരെ വളരെ ഇന്റേണൽ പൊളിറ്റിക്സ് കൂടെയാണ് ചോദിക്കാൻ പോകുന്നത്. കാരണം പാലക്കാട് നിന്ന് ഷാഫി പറമ്പിൽ വരുന്ന സമയത്ത് പറഞ്ഞിരുന്നു സ്ഥാനാർത്ഥിയാവാൻ ഞാൻ നിർദ്ദേശിക്കുന്ന ഒരാളെ അവിടെ മത്സരിപ്പിക്കണമെന്ന്. അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നത്, നമുക്കൊക്കെ അറിയാം. പക്ഷെ അതിനുശേഷം പത്തനംതിട്ടയിലുള്ള അല്ലെങ്കിൽ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകർക്കൊക്കെ ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു എതിർപ്പ് രാഹുൽ മാങ്കൂട്ടത്തിനോട് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. അത് അവർ പരിഹരിക്കേണ്ടുന്ന വിഷയവുമാണ്. കാരണം മുരളീധരനെ ആയിരുന്നു അവിടെ ഉദ്ദേശിച്ചത്, അത് നടന്നില്ല. ഷാഫി പറഞ്ഞ ഒരാളെ അവിടെ നിർത്തി എന്നതാണ്. പക്ഷെ ഈ ഒരു പ്രസംഗത്തിനിടെ PJ കുര്യൻ ചാണ്ടി ഉമ്മന്റെ പേര് പരാമർശിച്ചിരുന്നു. നിലമ്പൂർ ഇലക്ഷൻ സമയത്തൊക്കെ ചാണ്ടി ഉമ്മൻ നടത്തിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം കണ്ടതല്ലേ എന്ന്. അപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ അകത്ത് ഒരു വിഭാഗീയതയുണ്ട് എന്ന് കൂടി PJ കുര്യൻ പറയാതെ പറഞ്ഞിട്ടുണ്ട്. മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ അല്ലെങ്കിൽ അങ്ങനെയാണ്, അത്തരത്തിലൊരു അസംഷനിൽ കൂടി നമുക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ഈ തരത്തിൽ കോൺഗ്രസിനകത്ത് തന്നെ വല്ലാതെ പുകയുന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് വേണ്ടേ നമുക്ക് PJ കുര്യന്റെ ഈ ഒരു പ്രസ്താവനയെ കുറിച്ച് മനസ്സിലാക്കാൻ? സാർ പറഞ്ഞതുപോലെ കോൺഗ്രസിന് ആകെ അറിയാവുന്ന ഒരു കാര്യം അഴിമതിയാണ്. അവരിങ്ങനെ മൂക്കാതെ പഴുത്ത മാങ്ങകളാണ് അതിൽ പലരും എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോഴും അതിനകത്ത് പ്രശ്നങ്ങളുണ്ട് എന്ന് വേണ്ടേ ഈ ഒരു പ്രസ്താവന വഴി കരുതാൻ? അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിജയം എന്നുള്ളത് വികസനം, രാഷ്ട്രീയ പ്രവർത്തനം ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമല്ല. ഇപ്പൊ ഉദാഹരണത്തിന് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു മണ്ഡലമാണ് പുതുപ്പള്ളി. ഉമ്മൻചാണ്ടി 55 കൊല്ലക്കാലം പ്രതിനിധീകരിച്ചു എന്ന് പറയപ്പെടുന്ന പുതുപ്പള്ളി. ആ പുതുപ്പള്ളിയില് വാഹനം തിരിക്കാൻ കഴിയുന്ന ഒരു നല്ല റോഡില്ല, മര്യാദയ്ക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന റോഡുകളില്ല, 100 കണക്കിന് ആൾക്കാർക്ക് വീടില്ല, 1000 ആൾക്കാർക്ക് കുടിവെള്ളം ഇല്ല. ഇല്ലായ്മ വല്ലായ്മകളുടെ ഒരു പ്രദേശമാണ് ഈ പറയുന്ന പുതുപ്പള്ളി. അവിടെയാണ് ചാണ്ടി ഉമ്മൻ തന്റെ അപ്പനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചത്. അപ്പോൾ ജനങ്ങളെ ഇതൊന്നും ബാധിക്കുന്നില്ല. റോഡില്ലെങ്കിലും, വെള്ളമില്ലെങ്കിലും, വൈദ്യുതി ഇല്ലെങ്കിലും, വീടില്ലെങ്കിലും, കക്കൂസ് ഇല്ലെങ്കിലും, സർക്കാർ ഓഫീസ് ഇല്ലെങ്കിലും, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇല്ലെങ്കിലും, അങ്ങേയറ്റത്തെ ദുരിതവും കഷ്ടപ്പാടുമാണ് എങ്കിൽ പോലും ജാതിയും മതവും നോക്കി വോട്ട് ചെയ്ത് ശീലിച്ച, അല്ലെങ്കിൽ അങ്ങനെ ശീലിപ്പിച്ച ഒരു ജനതയായതുകൊണ്ട് ഒന്നും ചെയ്തില്ലെങ്കിലും ഞങ്ങളെ ജയിപ്പിച്ചുകൊള്ളും എന്ന് UDFന് നന്നായിട്ട് അറിയാം, കോൺഗ്രസിന് അതിനേക്കാൾ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഏതെങ്കിലും ജനകീയ സമരത്തിലോ അതല്ലെങ്കിൽ രാഷ്ട്രീയ പ്രശ്നത്തിലോ ജനകീയ വിഷയങ്ങളിലോ ഒന്നുമല്ല. അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, ജാതി മതം. ഇത് രണ്ടും തമ്മിലുള്ള കോമ്പിനേഷൻ. ഈ കോമ്പിനേഷൻ ഒപ്പിച്ച് കിട്ടിയാൽ വിജയിക്കാൻ പറ്റും. അത് പാർലമെന്റിലേക്കാണെങ്കിലും അസംബ്ലിയിലേക്കാണെങ്കിലും. ഈ ഒരു ധാരണയിലും ആ ഒരു വിശ്വാസത്തിലും അവരെത്തിച്ചേരാൻ കാരണം ജനങ്ങൾ അവരെ അങ്ങനെ പഠിപ്പിച്ചു എന്നുള്ളതാണ്. ഇപ്പൊ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നമ്മൾ കണ്ടതല്ലേ, എന്തെല്ലാം നീർന്ന പ്രശ്നങ്ങൾ അവിടെയുണ്ട്. വന്യജീവി ശല്യം അടക്കം സകല കാര്യങ്ങളും ഉള്ള നിലമ്പൂരില് അവസാനം വിഷയം ചർച്ച വന്നത് എന്താണ്? ഫലസ്തീനും ഇസ്രയേലും, അതുപോലെ തന്നെ ഇറാനും അമേരിക്കയും, ഇതൊക്കെയല്ലേ അവിടെ ചർച്ചയുണ്ടായത്. അപ്പൊ ഫലസ്തീൻ, ഇസ്രായേൽ, ഇറാൻ, അമേരിക്ക, ഇത് നിലമ്പൂരുമായിട്ട് വല്ല ബന്ധമുണ്ടോ? യാതൊരു ബന്ധമില്ല. പക്ഷെ അതിന്റെ പേരിലാണ് ചർച്ചകൾ, പ്രസംഗങ്ങൾ, വാദപ്രതിവാദങ്ങൾ, വോട്ടെടുപ്പ് ഇതൊക്കെ നടക്കുക. അതുകൊണ്ട് ഇത്തരം ചില ഗിമ്മിക്കുകളിലൂടെ പ്രബുദ്ധ മലയാളിയെ പൊട്ടം കളിപ്പിക്കാൻ നന്നായിട്ട് അറിയാവുന്ന കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം
ഈ വിവാദങ്ങളൊന്നും അവരുടെ പാർട്ടി പ്രശ്നമോ അല്ലെങ്കിൽ വ്യക്തിപരമായ പ്രശ്നമോ അല്ല, അതിന്റെ പ്രസക്തിയുമില്ല. അതുകൊണ്ട് രാഷ്ട്രീയമുണ്ട്, അല്ലെങ്കിൽ UDF രാഷ്ട്രീയം, LDF രാഷ്ട്രീയം എന്നൊക്കെ നമുക്ക് വെറുതെ തോന്നുന്നതാണ്. യാഥാർത്ഥ്യം അതല്ല. യെസ്, എന്തായാലും കോൺഗ്രസിനകത്തെ ചില രാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ പുറത്തു വരുന്നതാണോ എന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ കൂടി PJ കുര്യനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു പൊതുവേദിയിൽ എത്തിച്ച് നടത്തിയ ഒരു പരിപാടിയിൽ കോൺഗ്രസ് തന്നെ അൻപേ പാളിപ്പോയി പരാജയപ്പെട്ടു എന്ന് വേണം കരുതാൻ. അത്തരത്തിലാണ് വിവാദങ്ങൾ പുറത്തു വരുന്നത്. PJ കുര്യന്റെ യൂത്ത് കോൺഗ്രസിനെതിരായ ഒരൊറ്റ പ്രസ്താവനയിൽ മുഴുവൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും അദ്ദേഹത്തിനെതിരായി നിന്ന് ചേരിതിരിഞ്ഞുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയകളിൽ ആഹ്വാനം ചെയ്യുന്നു, അത്തരത്തിലുള്ള പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നു. രമേശ് ചെന്നിത്തലയെ പോലെ വളരെ വളരെ ചുരുക്കം ചില നേതാക്കൾ മാത്രമാണ് PJ കുര്യന്റെ പ്രസ്താവന വിമർശനം സതുദ്ദേശപരമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ജയസൂര്യൻ സാറി സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ് കാലാകാലങ്ങളായി പിന്തുടർന്നു വരുന്ന, ഫോളോ ചെയ്തു വരുന്ന ചില രീതികളുണ്ട്. അതിനപ്പുറത്ത് നിന്ന് ചില കാര്യങ്ങൾ ബ്രേക്ക് ചെയ്യപ്പെടുമ്പോഴാണ് അവരിൽ ഇത്തരം പരാമർശങ്ങൾ, വിവാദങ്ങളൊക്കെ ഉടലെടുക്കുന്നത് എന്ന് വേണം കരുതാൻ. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു ജയസൂര്യൻ സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.